പ്രൈസലോ ഹല്ലേലൂയ. ദൈവഹിതം തിരിച്ചറിയുവാൻ നമുക്കിടയാകണം. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ, കർത്താവെ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥന അങ്ങ് ചെല്ലി അങ്ങ് പോകുകയുള്ളൂ. അങ്ങനെയല്ല. സ്വർഗത്തിലെ ആ ദൈവിക സന്തോഷം, ആ ദൈവിക സമാധാനം, ആ ദൈവിക അനുഗ്രഹം, സ്വർഗീയ തേജസ് ഇന്ന് ഭൂമിയിൽ ഞങ്ങളുടെ മേൽ കർത്താവേ നീ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടാനുള്ള ഒരു പ്രാർത്ഥനയാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണാൻ ഇടവരുന്നത് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. ആ പ്രാർത്ഥനയിൽ നമുക്ക് മറ്റൊന്നുമല്ല, എൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം, ദൈവഹിതം, പുത്രൻ ദൈവഹിതം ആരാഞ്ഞെങ്കിൽ, നടപ്പാക്കിയെങ്കിൽ, വേറൊന്നും നടപ്പാക്കിയില്ലെങ്കിൽ, പിതാവിനോടും പുത്രൻ ചേർന്ന് ഇരിക്കുന്നതും ആ പുത്രൻ പിതാവിൽ നിന്നുള്ള ആലോചന മുഴുവൻ നമുക്ക് വെളിപ്പെടുത്തി തരുവാനും ഈ ആലോചന പ്രകാരം കടന്നു പോകാനും ഇടവന്നെങ്കിൽ, ഇന്ന് ഞാൻ പറയാം, യേശു ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിൽ, തിരുഹിതം എവിടെയാകണം? സ്വർഗത്തിലെ പോലെ. എവിടെ? ഈ ഭൂമിയിൽ. ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കൂടെ. സ്വർഗീയ അനുഭവത്തിൽ നമ്മൾ ആയിരിക്കണം. അതെങ്ങനെയാകാൻ കഴിയും? പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനം മാനുഷികമായിരിക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തി അത് ദൈവികമായിരിക്കും. നമ്മൾ മനുഷ്യന് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്, ദൈവഹിതപ്രകാരമായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയും അങ്ങനെയായിരിക്കണം. എൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കളുടെ ഇഷ്ടം, നമ്മുടെ മക്കളുടെ ഇഷ്ടം, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആരെങ്കിലും ഇഷ്ടമല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ഒരു അന്തരീക്ഷമല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം മാതാപിതാക്കളിലൂടെ വെളിപ്പെടണം. ദൈവത്തിൻ്റെ ഇഷ്ടം മക്കളിലൂടെ വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടുന്ന ദൈവഹിതം, ദൈവപ്രവൃത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറയാം, ദാനിയേലിന്റെ പുസ്തകത്തില് 3 യുവാക്കന്മാർ ദൈവത്തിന്റെ ഹിതത്തെ അവിടെ നിറവേറ്റുന്നത് കാണാൻ കഴിയും. ദൈവത്തിന്റെ ഇഷ്ടം എന്താ? ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കില്ല എന്നത് ദൈവകൽപ്പനയിലൊന്നാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ആ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ചെയ്യരുതെന്ന് ദൈവകൽപ്പനയാണ്. ഒന്ന്, ദൈവകൽപ്പനയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. 2, ഈ ഭൂമിയിലുള്ള ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്, അതിനെ പൂജിക്കരുത്. ദൈവകൽപ്പന ലംഘനമാകും. ഇവരെന്ത് ചെയ്തു? ദൈവകൽപ്പന അനുസരിച്ചു, ദൈവഹിതത്തെ അനുസരിച്ചു. ദൈവം വലിയ പ്രതിസന്ധിയ എന്ന തീച്ചൂളയുടെ നടുവിൽ നിന്ന് അവരെ കരകയറ്റി. ഞാൻ പറയാം, ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ രക്ഷിച്ചുകൊള്ളും. നമ്മുടെ ഹിതം അല്ലെങ്കിൽ മാനുഷികമായ കാഴ്ചപ്പാടിൽ നമ്മൾ നടന്നിട്ട് കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞതുകൊണ്ട് എന്തർത്ഥം? ദാനിയേൽ ദൈവത്തിൻ്റെ ഹിതം മാത്രം അന്വേഷിക്കുവാൻ, അനുസരിക്കാൻ ഇടവന്നു. രാജാവ് പറഞ്ഞതല്ല ദൈവം പറഞ്ഞത്. ദാനിയേൽ കിഴക്കേ വാതിൽ തുറന്നു മുട്ടിന്മേൽ വീണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. രാജാവിൻ്റെ കൽപ്പനയല്ല, ദൈവത്തിൻ്റെ ഹിതമാണ് വെളിപ്പെട്ടത്. ഇവിടെ ഞാൻ പറയാം,
നമ്മൾ ദൈവഹിതം അന്വേഷിച്ചാൽ, പീലിപ്പോസ് ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ചു, ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിച്ചു, ദൈവം പറഞ്ഞതുപോലെ ചെയ്തു, ആത്മാവിൽ നയിക്കപ്പെട്ടു. ഈ പ്രഭാതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. കർത്താവേ, നല്ലൊരു പ്രഭാതം നീ തന്നല്ലോ, ഇന്നത്തെ ദിവസം എനിക്ക് തന്നല്ലോ, ഇതാ ഞാൻ നിന്റെ കൂടെ ഒന്നിച്ചായിരിക്കാൻ നീ എന്നെ ബലപ്പെടുത്തണമേ. ഇന്നത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ നടപ്പിലും എൻ്റെ ഇരിപ്പിലും എൻ്റെ പ്രവർത്തനത്തിലും എൻ്റെ സംസാരത്തിലും എൻ്റെ ചിന്തയിലും എൻ്റെ ആലോചനയിലും നിന്റെ സാന്നിധ്യം വെളിപ്പെടണം. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ദൈവഹിതത്തിന് എതിരായ ഒരു പ്രവൃത്തിയും എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കത്തക്ക വിധം എന്നെ ബലപ്പെടുത്തണം. കർത്താവേ, നിന്റെ ശക്തി എൻ്റെ മേൽ വെളിപ്പെടുവാൻ ഇടയാക്കട്ടെ. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുമ്പോൾ ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രവൃത്തിയായി മാറട്ടെ, വലിയ അത്ഭുതമായി മാറട്ടെ, വലിയൊരു വിടുതലായി മാറട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.